വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. അങ്ങനെയുള്ള ദൈവമക്കൾ 12-ാം അധ്യായം മുതൽ 16-ാം അധ്യായം വരെ നന്നായി നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു ദൈവ പൈതൽ സ്തോത്രം ദൈവത്തെ എങ്ങനെ ആരാധിക്കണം, എങ്ങനെ മുൻപോട്ട് പോകണമെന്ന് പ്രായോഗികമായ ജീവിതത്തിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള ആഴമായ ചിന്തകളാണ്. അതിനകത്ത് 12-ാം അധ്യായം നമുക്ക് തുടക്കമേ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. സ്തോത്രം. പഴയ നിയമത്തിൽ വിവിധ നിലകളിലുള്ള യാഗമുണ്ട്. എന്നാൽ ആ യാഗം പ്രൈസ് ദി ലോർഡ് മാറി പുതിയൊരു യാഗം നമുക്ക് വേണ്ടി പ്രൈസ് യാഗമായി തീർന്ന ഒരാളുണ്ട്. നസ്രനായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറിയിൽ പരമയാഗമായി തീരുവാനിടയായി. അതുകൊണ്ട് പഴയ നിയമത്തിലുള്ളതുപോലെ യാഗം വേണ്ട. ഇതിനകത്ത് ഒത്തിരി യാഗമുണ്ട് പുതിയ നിയമത്തിൽ. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആയിരിക്കുന്ന ദൈവമക്കൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ ഇടവിടാതൊരു യാഗം അർപ്പിക്കണം. അത് സ്തോത്രയാഗമാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിച്ചാൽ ദൈവത്തിന് വലിയ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാനിടയാകും. നമ്മൾ സ്തോത്രയാഗം അർപ്പിക്കുന്നത് തന്നെ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത്, നടത്തിപ്പുകളെ ഓർത്ത്, ഇന്നുവരെ കൺമണി പോലെ കാത്ത് പരിപാലിച്ചതോർത്ത്, അല്ലെങ്കിൽ അനേക പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, കഷ്ടങ്ങൾ ഒക്കെ നമുക്കുണ്ടായിരുന്നെങ്കിലും നമ്മെ കൈവിടാതെ കരം പിടിച്ച് വഴി നടത്തി ഇന്നയോളം ഇനി പകൽവേള വരെ കൊണ്ടുവന്ന ദൈവത്തിന് നന്ദി കൊടുക്കുന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. അത് എങ്ങനെ അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരബലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുന്നവരുടെ ഉള്ളിലേക്ക് ഇന്ന് പകൽക്കാല സ്വർഗത്തിലെ ദൈവം ശക്തമായ ആത്മസാന്നിധ്യം ഇറങ്ങി വന്ന് അവരുടെ ഹൃദയങ്ങളെ ബലപ്പെടുത്തുവാൻ, ശക്തീകരിക്കുവാൻ സ്വർഗത്തിലെ ഇടയാക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ വായിക്കുന്നത് റോമാലേഖനത്തിൽ നമ്മൾ വായിച്ചതായ വിഷയം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആരാധനയ്ക്ക് നമ്മളെ സമർപ്പിക്കേണ്ടത് ശരീരമാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കണം. സ്തോത്രം. ദൈവസേന അങ്ങനെ സറണ്ടർ ചെയ്തിരിക്കുന്ന ദൈവമക്കൾ എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടതെന്നുള്ളത് പ്രായോഗിക ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് താഴേക്ക് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ഇത് നമ്മൾ നന്നായി വായിച്ച് പഠിക്കേണ്ടത് ആവശ്യമാണ്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ അന്ത്യത്തോളം നിലനിർത്തുന്ന ആത്മീയ ആരാധനയുടെ ആഴങ്ങളും എങ്ങനെയാണ് നമ്മൾ ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കേണ്ടെന്നും ഏത് സ്വഭാവത്തിലാണ് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഈ 12-ാം അധ്യായവും 13-ാം അധ്യായവും ഒക്കെ നന്നായി നമ്മൾ വായിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വചനം കേൾക്കുന്നവരായിട്ടായിരിക്കുന്നു, പക്ഷേ അനുസരിക്കുന്നവരും അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നവരുമായി തീർന്നാൽ ഒരു വലിയ വിടുതൽ പ്രൈസ് ദി ലോർഡ് സ്വർഗത്തിലെ ദൈവം നമുക്ക് ഈ ഭൂമിയിൽ നൽകും. വിടുവിക്കുന്നവൻ നമ്മുടെ മറ്റത്തിലുണ്ടല്ലോ, കൈവിടാത്തവൻ നമ്മുടെ മറ്റത്തിലുണ്ടല്ലോ, ഉപേക്ഷിക്കാത്തവൻ നമ്മുടെ മറ്റത്തിലുണ്ടല്ലോ. ആ ദൈവം ഇന്നിവിടെ വന്നിട്ടുണ്ടെന്നേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചെറിയൊരു ആട്ടിൻകൂട്ടമാ അങ്കുലി പരിമരുത നമ്മുടെ നടുവിലുള്ളതെങ്കിലും വലിയൊരു ദൈവം നമ്മുടെ മറ്റത്തിലുണ്ട്. അതുകൊണ്ട് ചെറിയ ആട്ടിൻകൂട്ടമേ, നിങ്ങൾ ഭയപ്പെടേണ്ട, വലിയവനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. തന്നെയുമല്ല, യോഹന്നാന്റെ ലേഖനം പഠിക്കുമ്പോൾ 4:4 ഇങ്ങനെ ഇരിക്കുന്നു, ലോകത്തിലുള്ളവനേക്കാൾ വലിയൊരുവൻ നമ്മുടെ മറ്റത്തിലുണ്ട്. അത് ഹൃദയത്തിൽ കണ്ടുകൊണ്ടിരിക്കുമെങ്കിൽ പ്രൈസ് ദി ലോർഡ് ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകൊണ്ട് ഭാരപ്പെടേണ്ട. അവൻ നമ്മെ കൈവിടത്തില്ല, അവൻ നമ്മെ പ്രതികൂലമായി ഏൽപ്പിച്ചു കൊടുക്കയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിച്ച ആ കുറിവാക്യത്തിലേക്ക് പെട്ടെന്ന് വരിക. പ്രൈസ് ദി ലോർഡ്. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ പലർക്കും വലിയ ഉത്സാഹമൊന്നുമില്ല.
പ്രൈസലോ. പലർക്കും അങ്ങ് മടുപ്പ. പ്രൈസലോ. പല കാര്യങ്ങളിലും മടുപ്പ. പ്രൈസലോ. ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ജ്ഞാനിയായ ശലോമോനെ അതിൻ്റെ 12-ാമത്തെ അധ്യായം, സദൃശവാക്യം 12-ാമത്തെ അധ്യായത്തിൻ്റെ അതിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്. പ്രൈസലോ. 12:27 മടിയനൊന്നും വേട്ടയാടി പിടിക്കുന്നില്ല, ഉത്സാഹമോ മനുഷ്യന് വിലയേറിയ സമ്പത്താ. ഇതൊക്കെ നല്ല കീ വേടുകളാ. പ്രൈസ് ദി ലോർഡ്. ഉത്സാഹമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അതൊരു വിലയേറിയ സമ്പത്താ. ഉത്സാഹത്തിൽ എന്ത് ചെയ്താലും അത് നമുക്ക് വിലയുള്ളതായ സമ്പത്തായി മാറും. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഉത്സാഹമുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യം നേടിയെടുക്കാമെന്ന് കഴിയാമോ? വ്യക്തമായി മനസ്സിലാക്കണം. മടിയന്മാരാകരുത്. പ്രൈസ് ദി ലോർഡ്. ഉത്സാഹമുള്ളവരായി തീർന്നാൽ അതൊന്നും ജീവിതത്തിലെ വലിയ സമ്പത്താണെന്നാ. പ്രൈസ് ദി ലോർഡ്. ഏത് കാര്യത്തിലും പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയിൽ നിന്ന് ഉത്സാഹിക്കാമോ? പ്രൈസ് ദി ലോർഡ്. ആത്മാവിലൊരു എരിവുണ്ടാകാമോ? പ്രാർത്ഥനയുടെ പിന്നിൽ സ്വർഗത്തിലെ ദൈവം വലിയവ ചെയ്യാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. തന്നെയുമല്ല, ദൈവമക്കൾ ശ്രദ്ധിക്കണമേ, ഈ വചനങ്ങളൊക്കെ പറയുമ്പോൾ തെസ്സലോനിക്കയുള്ളതായിരിക്കുന്ന ദൈവമക്കൾ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഒന്ന് തെസ്സലോനിക്ക ലേഖനം 2:13 എന്നെടുത്ത് വായിച്ചു നോക്കിയാട്ടെ. പ്രൈസ് ദി ലോർഡ്. 1 തെസ്സലോനിക്ക 2:13 ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഞാനിവിടെ പ്രസംഗിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ശൗമേൽ പാസ്റ്ററല്ലേ പ്രസംഗിക്കുന്നത്? പ്രൈസ് ദി ലോർഡ് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം നിങ്ങൾ കേട്ടു. അത് മനുഷ്യൻ്റെ വചനമായിട്ടല്ല, എൻ.ജെ. ശൗമേൽ പാസ്റ്ററുടേതായിരിക്കുന്ന വചനമായിട്ടല്ല. പിന്നെയോ അത് സാക്ഷാലാകുന്നത് പോലെ. സാക്ഷാൽ ദൈവവചനം എന്താ? ദൈവമാ, ദൈവത്തിൻ്റെ വാക്കാണ്. അതുപോലെ സാക്ഷാലാകുന്ന പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞു വിടുന്ന ദൈവവചനം അങ്ങ് ഏറ്റെടുക്കുകയാണെങ്കിൽ ദൂതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഒഴിഞ്ഞ പാത്രമായിരുന്നാൽ അങ്ങോട്ട് പറഞ്ഞു തരുന്ന ഏറ്റെടുക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആലോചനകൾ എന്ത് ചെയ്യും? ഞങ്ങളിലേക്ക് അയക്കും. ഞങ്ങൾ ഇവിടെ നിന്ന് സ്തോത്രം ചെയ്യാൻ തുടങ്ങും. ഞങ്ങൾ ആത്മസാന്നിധ്യത്താൽ ദൈവിക ദൂതുകളെ വിളിച്ചു പറയാനിടയാകും. അതുകൊണ്ട് സ്തോത്രം, ഇത് ദൈവവചനമായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? കൈക്കൊള്ളുക മാത്രമല്ല, ഇത് വിശ്വസിക്കുന്നവരിൽ അത് വ്യാപരിക്കും. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്ന ഈ വചനം ദൈവവചനമാണെന്നും ദൈവത്തിന്റെ ശബ്ദമാണെന്ന് വ്യക്തമായി വിശ്വസിച്ചാൽ അത് നിങ്ങളിൽ വ്യാപരിക്കും. വ്യാപരിക്കുക എന്ന് പറഞ്ഞാൽ കച്ചവടമെന്നല്ല. പ്രൈസ് ദി ലോർഡ്. വ്യാപരിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രവർത്തിക്കുക എന്നാണ്. ഇന്ന് വിശ്വസിച്ചാൽ, ഇന്ന് ഈ വചനം ഏറ്റെടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രവർത്തിക്കാൻ തുടങ്ങും. ദൈവം പ്രവർത്തിക്കുമെന്ന് യേശുവിന്റെ നാമത്തിൽ ഉണ്ടകമന ഹറ്റുന രഹസ്യ. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരുണ്ടോ? യേശുവിനെ വിശ്വസിക്കുന്നവരുണ്ടോ? യേശുവിന്റെ വാക്കിനെ വിശ്വസിക്കുന്നവരുണ്ടോ? സാക്ഷാൽ ദൈവമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടോ? അത് ആത്മനിറവോട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ അത് കൈക്കൊള്ളുന്ന ദൈവത്തിനെ നീ വിശ്വസിച്ചാൽ അത് നിന്റെ ജീവിതത്തിൽ, നിന്റെ ബോഡിയിൽ, നിന്റെ വീട്ടിൽ, നിന്റെ തലമുറയിൽ അത് പ്രവൃത്തിയായി വെളിപ്പെടും. യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ട് ഇവിടെ നമ്മൾ പഠിച്ച കുറിവാക്യത്തിൽ വരുമ്പോൾ ഞാനൊന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞെന്നേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഉത്സാഹത്തിൽ എന്ത് ചെയ്യരുത്? മടുപ്പ് കാണിക്കരുത്. പ്രൈസ് ദി ലോർഡ്. പിന്നെ ആത്മാവിൽ എന്ത് ചെയ്യുക? ആത്മാവ് ഉണ്ടേലേ എരിവുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഈ
ഒരുവനായ ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച് ജീവശ്വാസം മൂക്കിൽ ഊതിയക്കഴിഞ്ഞ് എന്ത് ചെയ്തു? ജീവനുള്ള ദേഹിയായി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ ദേഹി മനുഷ്യാത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. തെറ്റുണ്ടേ പറഞ്ഞു തരണേ. പ്രൈസ് ദി ലോർഡ്. അത് മനുഷ്യാത്മാവാണ്. എന്നാൽ ഒന്നാമത്തെ ആദാം ആരായിരുന്നു? ജീവനുള്ള ദേഹി. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവ്. അപ്പോൾ യേശു ഉള്ളിൽ വരുമ്പോൾ തന്നെ എന്തു ചെയ്യും? ജീവിപ്പിക്കുന്ന ആത്മാവ് വ്യാപരിക്കും. അത്രയും വന്നാൽ പോരാ, പെന്തക്കോസ്തിലേക്ക് കടന്നു വരും. പെന്തക്കോസ്തിൻ്റെ ശക്തി വരുമ്പോൾ, അങ്ങനെ വരുമ്പോൾ പെന്തക്കോസ്തിൻ്റെ ശക്തി അകത്ത് വരണം. യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ച ശക്തി അകത്ത് വരണം. പ്രൈസ് ദി ലോർഡ്. ആ ശക്തി വന്നെങ്കിൽ മാത്രമേ ആത്മീയർക്ക് മുൻപോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ഇതിന് അഭിഷേകം പ്രാപിക്കണം 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 എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. വേണ്ടേ? ഞാൻ പണ്ട് അഭിഷേകം പ്രാപിച്ചതാ. അന്ന് 2 അന്യഭാഷ പറഞ്ഞ് ഇപ്പോഴും അത് തന്നെയാ. കടുവ ഓർക്കുന്ന പോലെ പാടി 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 അവസാനം വന്ന് എന്ത് ചെയ്യുക? പ്രൈസ് ചടപടാ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കുകയില്ല. ഇത് പെന്തക്കോസ്തിൻ്റെ ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ എരിവുള്ളവർക്ക് ഉത്സാഹത്തിൽ മടുപ്പില്ല. പ്രൈസ് ദി ലോർഡ്. യഹോവയെ ദൈവത്തെ സേവിക്കാനായിട്ട് നമ്മൾ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയതല്ലേ. നമ്മൾ പഴയ നിയമത്തിലെ വാക്യമല്ല വീണ്ടും മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഒരു കാര്യം കൂടെ ഓർക്കണമേ, ഇളകാത്തൊരു രാജ്യം വരാൻ പോവാ. അത് പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വായിച്ചിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം ഒന്ന് വായിച്ച് എൻ്റെ മുകളിലുള്ള 1-2 വാക്യം കൂടെ. പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ. സ്തോത്രം. അടുത്ത വാക്യം കണ്ടോ? യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ എങ്ങനെയൊക്കെ ദൈവത്തെ സേവിക്കണമെന്ന് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇളകാത്ത രാജ്യം പ്രാപിക്കണമെങ്കിൽ ദൈവഭയത്തോടും ഭക്തിയോടും ദൈവത്തിന് പ്രസാദം വരുമാറ് ദൈവത്തെ സേവിക്കണം. ഇവിടെ നമ്മൾ വായിച്ചത് പ്രൈസ് ദി ലോർഡ്, ഉത്സാഹത്തിൽ മടിപ്പില്ലാത്തവരായി ആത്മാവിൽ എരിവുള്ളവരായി സ്തോത്രം ദൈവത്തെ സേവിക്കണം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഈ കേൾക്കുന്ന ദൂത് ഹല്ലേലൂയ ഹൃദയത്തിൽ ഏറ്റെടുക്കുമെങ്കിൽ, ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുവാൻ ഒരു ഉത്സാഹം കാണിക്കുമെങ്കിൽ അത് വലിയൊരു സമ്പത്തായി വരാൻ പോകുക. ജീവിതത്തിൽ വലിയൊരു സമ്പത്തായി വരാൻ പോകുക. സ്തോത്രം. തന്നെയല്ല, അങ്ങനെയുള്ളവർക്ക് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാനിടയാകും. പ്രാർത്ഥനയിൽ ഉറ്റിരുന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിന്റെ വെളിപ്പെടുവാനിടയാകും. ഹൃദയം ദൈവത്തിന് പകരുന്നതാണ് പ്രാർത്ഥന. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ സഖിയായി നാം മാറും. ദൈവത്തിന്റെ നിയമത്തെ ദൈവം നമ്മെ അറിയിക്കും. നമ്മെ കാലുകളിൽ നിന്ന് അവന്റെ ഹല്ലേലൂയ കെട്ടുകളിൽ നിന്ന് അവനെ വിടുവിച്ച് നമ്മെ മുമ്പോട്ട് നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുമെന്ന് തിരുവചനം വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ദൈവമക്കളെ, ലേഖനങ്ങളൊക്കെ എന്ന് പഠിക്കണം. ലേഖന ഉപദേശങ്ങളാണ്. സ്തോത്രം. ഇവിടെ എബ്രായ ലേഖനത്തിൽ തന്നെ വായിക്കുന്നുണ്ട്, നമ്മളെല്ലാം പലപ്പോഴും ഹൃദയം അങ്ങ് ക്ഷീണിക്കും, ഇല്ലേ? എബ്രായ ലേഖനം 12:3 വായിച്ചു നോക്കിക്കേ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളുടെ ഹൃദയം ക്ഷീണിക്കുമോ? ക്ഷീണിക്കും. ഏതെങ്കിലും വിഷയം വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് ഹൃദയം അങ്ങ് ഡൗൺ ആകും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഡൗൺ ആകാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. നിന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ദൂരത്തിരുന്ന് നിന്റെ നിരൂപണങ്ങളെ അറിയുന്ന ഒരു കർത്താവുണ്ട്.
നിങ്ങളുടെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ, ഒരു ദൈവവചനത്തിന്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ, വലിയവനായ ദൈവം ദൂരത്തിരുന്ന് നിന്റെ നിരൂപണങ്ങളെ അറിഞ്ഞ് നിന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൂരത്തിരുന്ന് നിരൂപണം അറിയുന്ന ദൈവമാണെങ്കിൽ നമ്മുടെ കൂടെയുള്ള ദൈവം ദൂരത്തല്ല, അടുത്തല്ലേ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ദൈവാത്മാവ് ഓർപ്പിക്കുകയാ. പ്രൈസ് ഗോഡ്. നാം എന്തൊക്കെ നിരൂപിച്ചുകൊണ്ടിരുന്നാലും നമുക്ക് വേണ്ടി ഒരു ശുഭഭാവി സ്വർഗം നിരൂപിക്കുന്നുണ്ട്. യേശുവിന്റെ നാമം. ഒരിക്കലും ദൈവം നമ്മെ കൈവിടുന്നവനല്ല. പല വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? ഹൃദയം ക്ഷീണിച്ചു അല്ലേ? പ്രൈസ് ദി ലോർഡ്. അവിടെ എൻ്റെ 12-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 2 മുതൽ വാക്യം വായിക്കുമ്പോൾ ഒന്ന് വായിച്ചേ. ശ്വാസത്തിൻ്റെ നായകനും ഊർത്തി വരച്ചുന്ന യേശുവിനെ എന്ത് ചെയ്യുക? നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർക്കാതെ ഓർത്തെന്ന നിൽക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അവൻ അപമാനം എന്ത് ചെയ്തു? അലക്ഷ്യമാക്കി. ചില വാക്കുകൾ കൊണ്ട് ചില വിഷയങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം എന്ത് ചെയ്യും? ക്ഷീണിക്കാറുണ്ട് ഇല്ലേ? അപ്പോൾ ഓർത്തോണം, യേശു അപമാനം എന്ത് ചെയ്തു? അലക്ഷ്യമാക്കി. യേശുവിനെ എന്തൊക്കെ പറഞ്ഞ് അപമാനിച്ചു ഇല്ലേ? നമ്മൾ തിരുവചനം പഠിച്ചാൽ ഇഷ്ടം പോലെ യേശുവിനെ കുറിച്ചുള്ള അപമാനം കേൾക്കാനുണ്ട്. പക്ഷേ യേശു ഒരു സന്തോഷം മുമ്പിൽ കണ്ടിട്ടുണ്ട്. അത് നമ്മളെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, പ്രൈസ് ദി ലോർഡ്. നിനക്കെതിരായി ഒരു അപമാനം വന്നാലും, ഒരു നിന്ദ വന്നാലും, ഒരു പരിഹാസം വന്നാലും, നിന്നെ ഒറ്റപ്പെടുത്തിയാലും ഒരു കാര്യം ഓർത്തുകൊള്ളണം, അതിൻ്റെ നടുവിൽ ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. ഒറ്റപ്പെടുമ്പോൾ ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് പറയുന്ന ഒരു നല്ല കർത്താവുണ്ട്. നമുക്കൊരു പ്രത്യാശ ജീവിതത്തിൽ വേണം. അപമാനം കേൾക്കുമ്പോൾ ഓർത്തുകൊള്ളണം, നിന്ദിക്കപ്പെടുമ്പോൾ ഓർത്തുകൊള്ളണം, പഠിക്കപ്പെടുമ്പോൾ ഓർത്തുകൊള്ളണം, ഒറ്റപ്പെടുത്തുമ്പോൾ ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ. പ്രത്യാശ നമ്മുടെ ഉള്ളിലുണ്ടാകണം. ഇതിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന നമ്മെ വീണ്ടെടുത്ത് കരം പിടിച്ചു വഴി നടത്തുന്ന, നമുക്ക് വേണ്ടി രക്തമൂറ്റി തന്ന, ഹല്ലേലൂയ, അവന്റെ ജീവനാകുന്ന നമ്മെ അവൻ കൈവിടുന്ന ദൈവമല്ല. അപമാനം അലക്ഷ്യമാക്കി മൈൻഡ് ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. മൈൻഡിൽ അത് കേറ്റരുത്. യേശുവിൻ്റെ ജീവനിൽ പറന്ന, യേശുവിൻ്റെ ജീവനാകുന്ന ദൈവപൈതലേ, പ്രൈസ് ദി ലോർഡ്. യേശുവിനെ അപമാനിക്കാമെങ്കിൽ പിന്നെ യേശുവിൻ്റെ മക്കളെ അപമാനിക്കത്തില്ലേ? അപമാനം അലക്ഷ്യമാക്കാൻ കാരണം ഒരു സന്തോഷം നാം മുമ്പിൽ കണ്ടിട്ടുണ്ട്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ ഓർത്തുകളയാണ്, നീ ഒറ്റപ്പെടുമ്പോഴും നിന്ദിക്കപ്പെടുമ്പോഴും പ്രൈസ് ദി ലോർഡ് ഒരു സന്തോഷം ദൈവം നിനക്ക് മുമ്പിൽ വെച്ചിട്ടുണ്ട്. നീ ഒറ്റപ്പെടുമ്പോൾ നിന്റെ കൂടെ വരുന്നൊരു ദൈവം നിന്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമേ, നമ്മൾ തനിച്ചല്ല, നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. മഹത്വത്തിന്റെ പ്രത്യാശ നമ്മുടെ ഉള്ളിലുണ്ട്. ക്ഷീണിച്ചു പോകരുത്. പ്രൈസ് ദി ലോർഡ്. അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചവൻ എന്ത് ചെയ്യണം? ഓർത്തുകൊള്ളണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായിട്ടും ദൈവമേ, നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ഷീണിപ്പിക്കുന്ന ഏത് വിഷയത്തിന് മുമ്പിലും ദൈവം നിനക്ക് വേണ്ടി വലിയവ ചെയ്യുവാൻ ഇടയാക്കുമെന്ന് ഇന്ന് പകൽക്കാലം അസന്നിഗ്ധമായി ദൈവത്തിന്റെ വചനത്തിൽ കൂടെ ദൈവിക ആലോചന പറയുമ്പോൾ ഏറ്റെടുക്കുന്നത് എൻ്റെ ജനത്തിന് ഇത് പ്രവർത്തിക്കാനിടയാകും. ഈ വചനം വിശ്വസിക്കും െങ്കിൽ നിശ്ചയമായിട്ടും അത് വ്യാപരിക്കും, അത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അവിടെ പറഞ്ഞത്, അങ്ങനെയുള്ളവനെ ധ്യാനിക്കണം, എൻ്റെ ഹൃദയം ക്ഷീണിച്ച് പോകരുത്. സ്തോത്രം. ഹൃദയം ക്ഷീണിച്ചു പോകരുത്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഒത്തിരി ഹൃദയം ക്ഷീണിക്കുന്ന വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാനത് മൈൻഡ് ചെയ്യാറില്ല. കാരണം ഇന്നും ഞാൻ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയൊന്ന് മാത്രമാണ്.
എൻ്റെ അനുഭവമാണ്. ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, മരിച്ചു പോയിരുന്നെങ്കിൽ എനിക്കിത് പറയാൻ പറ്റില്ല. പക്ഷേ ദൈവം എന്നെ കുറിച്ചൊരു ഉദ്ദേശമുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ യേശുവിന് പ്രിയനായവൻ, അല്ലെങ്കിൽ ശവക്കുഴിക്കകത്ത് നാറ്റം വെച്ച് കിടന്നാലും അവനെക്കുറിച്ച് ദൈവം അവൻ്റെ പന്തിയിലിരുത്താനാണ് ദൈവത്തിൻ്റെ പദ്ധതിയെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നിനക്കുണ്ടാകുന്ന പ്രതികൂലത്തിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന അനുകൂലമായവൻ നിന്നോട് കൂടെ നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടെന്ന് വിശ്വസിക്കുമെങ്കിൽ ദൈവം വലിയ ചെയ്യാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ദൈവം ഒന്നും ദോഷത്തിനായി ചെയ്യില്ലെന്നേ, ഒരിക്കലും ദോഷത്തിനായി ചെയ്യില്ല. ദൈവം നമുക്ക് വരുന്ന പ്രതികൂലങ്ങളോ ക്ഷീണങ്ങളോ ഇതൊന്നും ദോഷത്തിനല്ല എന്ന് വിശ്വസിക്കുമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, സഭയിലുള്ള ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവം എന്തൊക്കെയോ വലിയവ ചെയ്യാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. പണം കൊണ്ട് നടക്കത്തില്ല, അല്ലെങ്കിൽ ആരോഗ്യം കൊണ്ട് നടക്കത്തില്ല, വാചാര്യം കൊണ്ട് നടക്കത്തില്ല. ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രം ദൈവം നമ്മെ നടത്തും. ഇങ്ങനെ ക്ഷീണിച്ചവരൊക്കെ ഉണ്ട്. ഏലിയാവ് ക്ഷീണിച്ചു പോയില്ലേ ഒരു വാക്ക് കേട്ട്, ഇല്ലേ? ഇസബേലിന്റെ വാക്ക് കേട്ട് 1 രാജാക്കന്മാരുടെ പുസ്തകം 19:4 വായിക്കുമ്പോൾ കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഏലിയാവ് ആകാശത്തുനിന്ന് തീ ഇറക്കി, പ്രൈസ് ദി ലോർഡ്, യാഗവസ്തു യാഗപീഠവും മണ്ണും ദഹിപ്പിച്ചതാ. പ്രൈസ് ദി ലോർഡ്. ബാലിന്റെ ശക്തിയെ വെട്ടിയതാ. പ്രൈസ് ദി ലോർഡ്. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ രാജാവ് എന്ത് ചെയ്തു? ഇസബേലിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇസബേൽ പറഞ്ഞൊരു വാക്കുണ്ട്, നീ എൻ്റെ പ്രവാചകന്മാരെ കൊന്നെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, അതിലൊരുവനെ പോലെ നിന്നെ ആകും. നിന്റെ പ്രവാചകനല്ല ഞാൻ, ഏലിയാവ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രവാചകനാ. ദൈവം പറയുന്നുണ്ട്, സ്തോത്ര. ഏലിയാ പറയുന്നുണ്ട്, ഇരുതോണിയിൽ കാല് വെച്ച് നിൽക്കുന്ന ജനത്തിന്റെ മറ്റൊരു പറയുക, പ്രൈസ് ദി ലോർഡ്, യഹോവ ദൈവമെങ്കിൽ നിങ്ങൾ ദൈവത്തെ സേവിക്ക്, ബാലെങ്കിൽ ബാലിനെ സേവിക്ക്. ഞാൻ യഹോവയുടെ പക്ഷത്ത് ഒരുവൻ മാത്രം. ഇന്ന് പകൽക്കാലം യഹോവയുടെ പക്ഷത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന, മടുക്കാതെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവചനമുണ്ടെങ്കിൽ ഓർത്തുകളേണം. പ്രൈസ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. നിന്നെ വിടുവിക്കുവാൻ തക്ക സമയത്ത് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. താൻ എന്ത് ചെയ്യുന്നറിയാമോ? ഈ വാക്ക് കേട്ട്, പ്രൈസ് ദി ലോർഡ്, ചൂരച്ചെടിയുടെ തണലിൽ പോയി ബാല്യക്കാരനെ വിട്ടിട്ട്, പ്രൈസ് ദി ലോർഡ്, താൻ കിടന്നുറങ്ങുക. പ്രൈസ് ദി ലോർഡ്. പറയുക, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, എൻ്റെ പിതാക്കന്മാരെ പോലല്ലോ ഞാൻ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക? മരിക്കാൻ കിടക്കുക. നോക്കിക്കോണം. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്കിൻ്റെ മുമ്പിൽ ക്ഷീണിച്ചിട്ട് മരിക്കാൻ കിടക്കുക ഒരു ദൈവഭൃത്യൻ. പ്രൈസ് ദി ലോർഡ്. എനിക്കൊരു കാര്യം മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. ഏലിയാവേ, പ്രൈസ് ദി ലോർഡ്, നിന്നെ ഉടലോടെ എടുക്കാൻ ദൈവത്തിന് പദ്ധതിയാ. പ്രൈസ് ദി ലോർഡ്. അപ്പം നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞാൽ പറയുന്നവർ ചാകത്തേ ഉള്ളൂ. ഒരു കാര്യം ചിന്തിച്ചു കൊള്ളണം. പ്രാർത്ഥനാവീരനായ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ പ്രമാണത്തിൽ കല്ലെടുക്കുന്നവനായ, യാഗപീഠം ഒരുക്കുന്നവനായ, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് വിടുവിക്കുമെങ്കിൽ, ഹല്ലേലൂയ, മരിക്കാൻ കിടക്കുന്ന സമയത്ത് സ്വർഗത്തിലെ ദൈവം എന്തെന്നറിയാമോ? ദൂതനെ അയച്ചു. പ്രൈസ് ദി ലോർഡ്. കനലിൽ ചുട്ട അടയും വെള്ളവും കൊണ്ടുവന്നിട്ട് തട്ടി ഉണർത്തി. പ്രൈസ് ദി ലോർഡ്. അവനത് കഴിച്ചു. പ്രൈസ് ദി ലോർഡ്. വീണ്ടും കിടന്നുറങ്ങി. പ്രൈസ് ദി ലോർഡ്. വീണ്ടും വന്ന് എന്ത് ചെയ്തു? തട്ടി ഉണർത്തി. എനിക്കൊരു കാര്യം മനസ്സിലായി. ഹല്ലേലൂയ, കാക്കയെ കൊണ്ട് പോഷിപ്പിച്ചവൻ, ദിടയെ കൊണ്ട് പോഷിപ്പിച്ചവൻ, നീ ഹല്ലേലൂയ പ്രതികൂലത്തിന്റെ നടുവിൽ ക്ഷീണിച്ചു മരിക്കാൻ കിടക്കുമ്പോൾ ഭൂമിയിലുള്ള ആരെ കൊണ്ടുമല്ല നിനക്ക് ഭക്ഷണം തരാൻ പോകുന്നത് സ്വർഗത്തിലെ ദൈവം ദൂതനെ കൊണ്ട് കാനലിൽ ചുട്ട അട കൊണ്ടുവന്ന് കഴിപ്പിക്കുമ്പോൾ വെള്ളം കൂടെ കുടിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, നീ ചാകാനല്ല, നിനക്ക് ദൂരയാത്ര ചെയ്യാനാ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പദ്ധതി നിന്നെ ദൂരയാത്ര ജയിച്ച് ഹോരേബിന്റെ അടിവാരത്തിൽ കൊണ്ടുവരണം. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് വീണ്ടും ചില ശുശ്രൂഷ, രാജാക്കന്മാരെ എഴുന്നേൽപ്പിക്കാൻ, രാജാക്കന്മാരെ വാഴിക്കാനൊക്കെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഓർപ്പിക്കുന്നു, ആരെങ്കിലും ക്ഷീണിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവാത്മാവ് പറയുക, ആ ക്ഷീണത്തിന്റെ നടുവിൽ ദൈവം എന്തൊക്കെയോ പദ്ധതി ചെയ്യാൻ പോകുക. നിന്റെ ജീവിതത്തിൽ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ക്ഷീണിച്ച് തകർന്നു കിടക്കുമ്പോൾ ദൈവത്തിന്റെ സ്ഥലത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമെങ്കിൽ നിനക്ക് വേണ്ടി സ്വർഗം, ഹല്ലേലൂയ, തുറക്കുന്ന ദിവസങ്ങളാ.
പ്രൈസ് ദി ലോർഡ്. ദൂതനെ വിട്ട് ഭൂമിയിലെ ഭക്ഷണമല്ല, ജീവൻ കൊടുക്കുന്ന ഭക്ഷണമാകുന്ന ദൈവത്തിൻ്റെ വചനമാകുന്ന ആ ഭക്ഷണം കൊടുത്ത്, അഭിഷേകത്തിൻ്റെ ശക്തി കൊടുത്ത് നിന്നെ ഒറ്റ നേരത്തെ ആഹാരം കൊണ്ട് 40 ദിവസം നടത്തുമെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ദൈവവചനം അകത്ത് കയറ്റുന്ന അഭിഷേകമുള്ള ദൈവവചനേ, നിന്നെ കടത്താനും കൊല്ലാനുമല്ല, നീ നടക്കാനാ, നിനക്ക് യാത്ര ചെയ്യാനാ, നിന്റെ ശരീരത്തിലുണ്ടാകുന്ന ക്ഷീണം പോലും മാറ്റി ഹല്ലേലൂയ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന നിമിഷങ്ങളുണ്ട്. എന്തേലും ഒരു അസ്വസ്ഥ തോന്നിയ പറഞ്ഞു, അയ്യോ ചത്തുപോകുമോ, ഹാർട്ടിന് എന്തേലും ഒരു പിടുത്തം വന്നാൽ മതി, ഇനി സൈലൻ്റ് ആകുമോ, പ്രൈസ് ദി ലോർഡ്, എന്തേലും ഒരു അസ്വസ്ഥത ഉണ്ടായാൽ ഉടനെ ചാകുന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്ന ദൈവമേ, നിന്നെ എവിടെ കൊണ്ടാക്കണമെന്ന് ദൈവത്തിന് പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ അവരെ ചിന്തിക്കുന്നവർ ഇതിനകത്തുള്ളുമ്പോൾ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, മരണക്കുഴി വെട്ടാനല്ല പ്രൈസ് ദി ലോർഡ്, നിന്നെ ജീവിപ്പിക്കുന്ന ദൈവമാ. 2026 പ്രൈസ് ദി ലോർഡ് ചത്തുപോകുമെന്നല്ല, പുതുജീവൻ തന്ന് നടത്താന്. ശ്രദ്ധിക്കാമോ? പ്രൈസ് ദി ലോർഡ്. ക്ഷീണിക്കരുത്. ക്ഷീണിച്ചിരിക്കുമ്പോൾ ഓർത്തോണം, അമാലിയേക്കിൽ നിന്നെ പിടിക്കും. അതിനാ ദൈവമക്കൾ ഇവിടെ വരുന്നവരൊക്കെ ഇച്ചിരി ഉത്സാഹമുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാനിന്ന് ഭയങ്കര ഉത്സാഹത്തിലാണ് ഓടിപ്പോകുന്നത്. വേറെ ഒന്നിനടുത്ത് കയറ്റി പോകേണ്ടതാണ്, പക്ഷേ അത് കളഞ്ഞിട്ടാണ് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു ഉത്സാഹം ദൈവമക്കൾക്ക് ഉണ്ടാകണം. പ്രൈസ് ഗോഡ്. അങ്ങനെയാണെങ്കിൽ ഈ 2026 ദൈവം ചിലതൊക്കെ പ്രവർത്തിക്കും. വിശ്വസിക്കാമോ? ഈ വർഷം ഒരു ഇച്ചിരി ഉത്സാഹമൊക്കെ വരട്ടെ, ഒരു ഉന്മേഷമൊക്കെ വരട്ടെ, ആത്മാവിൻ്റെ എരിവൊക്കെ വരട്ടെ. പ്രാർത്ഥനയിൽ ഒത്തിരുന്നേ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ യേശു പറയുന്നുണ്ടല്ലേ. പ്രൈസ് ദി ലോർഡ്. മടുത്തു പോകാതെ പ്രാർത്ഥിച്ചാൽ ഒരു വിധവയ്ക്ക് വേണ്ടി പ്രതിക്രിയ ചെയ്യുന്ന പ്രൈസ് അനീതിയുള്ളൊരു ന്യായാവിനെ ദൈവം എഴുന്നേൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മടുത്തു പോകരുത്. പ്രാർത്ഥനയിൽ മടുക്കരുത്. പ്രാർത്ഥനയിൽ ഇട്ടിരിക്കട്ടെ. 2026 പ്രൈസ് ദി ലോർഡ് ഉത്സാഹമുള്ളവർ, ആത്മാവിൽ എരിവുള്ളവർ, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കുന്നവർ, പ്രൈസ് ദി ലോർഡ് പ്രാർത്ഥനയിൽ ഇട്ടിരിക്കുന്നവരായാൽ നിശ്ചയമായിട്ടും ദൈവം ചില പ്രവൃത്തി ഇവിടെ ചെയ്യും. ശ്രദ്ധിക്കാമോ? നിന്ദിക്കുന്നവരുടെ നടുവിൽ പഴിക്കുന്നവരുടെ മുമ്പിൽ ദൈവം മുന്നിൽ വലിയൊരു പ്രത്യാശ നിനക്ക് വെച്ചിരിക്കുന്ന നന്മ കാണാൻ. പ്രത്യാശയിൽ ഓടട്ടെ. ഈ വർഷം പ്രത്യാശയിൽ ഓടട്ടെ. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം ഉണ്ടോ? പ്രത്യാശയുണ്ട്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസമുണ്ടോ? പ്രത്യാശയുണ്ട്. പാടിയല്ലോ, നടത്തിടുന്നു ദൈവം എന്നെ നടത്തിയിടുന്നു. എനിക്കൊരു പ്രത്യാശയുണ്ട്, ജീവൻ തന്നവൻ എന്നെ നടത്തും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒത്തിരി ആത്മസന്തോഷം, ഞാൻ ഇൻഡിവിജ്വലായിട്ട് സന്തോഷിക്കുന്ന മനുഷ്യനാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം എന്നെ വിടുവിച്ച ദൈവം ഇന്നും എന്നെ നടത്തുന്നുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. എല്ലാത്തിനും മതിയായവനായി, സർവശക്തനായി, സകലത്തിനും മതിയായവനായി. എൻ്റെ ആരോഗ്യത്തിൽ പോലും ഞാനിപ്പോൾ ബലത്തോടെ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ വർഷം കർത്താവെ ഒന്നുകൂടെ എന്ത് ചെയ്യണം? ഓടിക്കണം. ഈ ദിവസങ്ങളിൽ ദൈവത്തിന് വൻ കാര്യങ്ങൾ പ്രവർത്തിക്കാനിടയാണ്. വിശ്വസിച്ചാൽ ദൈവം വലിയ കാര്യം ചെയ്യും. വിശ്വസിക്കാമോ? ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി തീർന്നാൽ ഉത്സാഹം ഒരു വലിയ സമ്പത്താ, വിലയേറിയ സമ്പത്താ. അത് ആത്മീയത്തിലുമെല്ലാം നിറഞ്ഞു വരേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങൾ ദൈവം നമ്മെ സഹായിക്കട്ടെ. സമയം തന്ന കർത്തദാസന് നന്ദി പറയുന്നു. കേട്ടുകൊണ്ടിരുന്ന ദൈവമക്കൾക്കും ഉള്ളു തുറന്ന് നന്ദി പറയുന്നു. കർത്താവ് സഹായിക്കും.